ഹായ് ഓൾ, ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടിലാണ്. പ്ലോട്ട് ചെയ്തിരിക്കുന്നത് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഞാനെടുത്ത രണ്ട് ട്രേഡ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ ഞാനിപ്പോൾ ഉള്ളത് 1 ഡേ ടൈം ഫ്രെയിമിലാണ്. ഈ ഒരു ഹയർ ടൈം ഫ്രെയിം എന്തിനാണ് നോക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോങ് ടേമിൽ മാർക്കറ്റ് എങ്ങോട്ടാണ് ഒരു ഡയറക്ഷൻ കാണിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്താലേ ഷോർട്ട് ടൈമിൽ നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻട്രാഡേ ലെവലിലേക്ക് നമുക്ക് നമ്മുടെ ട്രേഡ്സ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു അനാലിസിസ് കാര്യങ്ങൾ ആദ്യം കാണിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇൻട്രാഡേ സെറ്റപ്പിലേക്ക് പോവാം. സോ ഇവിടെ 1 ഡേ ടൈം ഫ്രെയിമാണുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നവംബർ മാസം ജസ്റ്റ് ആ ഒരു പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ, 2 ദിവസമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള പ്രൊഫൈൽ നോക്കിയിട്ടായിരിക്കും നമ്മുടെ റെഫറൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളൊരു ട്രേഡ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ മാസത്തെ കംപ്ലീറ്റ് പ്രൊഫൈലാണ് ഈ കാണുന്നത്. ഇതിൽ തന്നെ നമ്മൾ ആ ഒരു ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്ന ഏരിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത്രയും ഏരിയ ആണ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്ന ഏരിയ എന്ന് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. പക്ഷെ ഇതിൽ ഈ ഒരു സോണിൽ കാണുന്നതിൽ കൂടുതൽ ട്രേഡ് നടന്നത് ഈ ഒരു ഏരിയയിലാണ്. ഓക്കെ, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. എന്തായാലും ഈ ഒരു സോണിലായിരിക്കും ഓൾമോസ്റ്റ് ട്രേഡ്സ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവുക. ഓക്കെ, ഇനി ഈ ഒരു സെൻട്രലിൽ കാണുന്ന ഈ ഒരു ലൈൻ, ഇതാണ് ഈ ഒരു പ്രീവിയസ് പ്രൊഫൈലിന്റെ പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് തിരിച്ചെത്തുമ്പോൾ അവിടെ നിന്നൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിജക്ഷൻ നമ്മൾ പൊതുവേ കാണാറുണ്ട്. എന്ന് കരുതി എപ്പോഴും ആ ഒരു റെഡ് ലൈനിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് റിജക്ട് ചെയ്യണം, മാർക്കറ്റ് റിവേഴ്സ് പോകണം, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇൻട്രാഡേയിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും ട്രേഡ് ചെയ്യുന്നത് ഇതുപോലത്തെ ലെവലിൽ. ഓക്കെ, അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഞാൻ ഷോർട്ടാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവിടെ നമുക്കൊരു കംപ്ലീറ്റ് പ്രൊഫൈൽ ഉണ്ട്. ഈ ഒരു പ്രൊഫൈലിൽ തന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു ഏരിയയിലാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിജക്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിജക്ഷൻ ലെവൽ മുന്നിൽ കണ്ടിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുക, ഒരു ഇൻട്രാഡേ ലെവലിലേക്ക് ഒരു ട്രേഡ്സ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തത്. സോ എൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഡൗൺ ആണ് എൻ്റെ ഡയറക്ഷൻ. കാരണം ഇവിടെ നിന്ന് മാർക്കറ്റ് പതിയെ താഴത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ട്, പുതിയൊരു പ്രൊഫൈൽ വന്നു. ഇനി മുകളിലേക്ക് പോകാൻ ശ്രമിച്ചാലും ഇവിടെ നിന്നൊരു റിജക്ഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു ബയസിലായിരിക്കും ഞാൻ എപ്പോഴും ഇൻട്രാഡേയിലേക്ക് കയറുന്നത്. സോ 30 മിനിറ്റ്സിലേക്ക് ഞാൻ സ്വിച്ച് ചെയ്യാം. ഞാൻ ആദ്യം എടുത്ത ട്രേഡ് 3-ാം തീയതി ആയിരുന്നു. സോ ആ ഒരു പ്രൊഫൈൽ ഞാൻ റീപ്ലേ ബാർ യൂസ് ചെയ്ത് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു പ്രീവിയസ് ആയിട്ടുള്ള പ്രൊഫൈൽ നോക്കിയിട്ടായിരിക്കും ഒരു റെഫറൻസ് പോയിന്റ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാമെന്ന്. അതുപോലെ തന്നെ സെയിം ഇൻട്രാഡേയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രീവിയസ് ആയിട്ടുള്ളൊരു പ്രൊഫൈൽ എനിക്ക് റെഫറൻസ് ആയിട്ടുണ്ട്. ഈ ഒരു പ്രൊഫൈൽ ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ എൻ്റെ ഇൻട്രാഡേയിൽ ട്രേഡ്സ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രീവിയസ് പ്രൊഫൈലിന്റെ പോയിന്റ് ഓഫ് കൺട്രോൾ വരുന്നത് ഈ ഒരു റെഡ് ലൈൻ വരുന്നത് 25,798. ഓക്കെ, നമുക്ക് റൗണ്ട് ചെയ്യാം, 25,800 തന്നെ ആക്കാം. ഓക്കെ, ആ ഒരു ലെവലിൽ റൗണ്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു റെസിസ്റ്റൻസ് കിട്ടാൻ സാധ്യതയുള്ളൊരു ലെവലാണ്. ഇപ്പോൾ മാർക്കറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ അത്യാവശ്യം നല്ല ഡൗൺ സൈഡ് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് പ്രൊഫൈലിന്റെ ആ ഒരു ഫസ്റ്റ് പീരീഡ് തന്നെ അത്യാവശ്യം റേഞ്ച് താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. വീണ്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ട്, റിജക്ഷൻ കിട്ടുന്നുണ്ട്. ഞാൻ ആ ഒരു പ്രൊഫൈൽ ഒന്ന് ഹൈഡ് ചെയ്ത് കാണിച്ചു തരാം. ആ ഒരു ലെവലിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം നല്ല റിജക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഡേ ഞാൻ എൻ്റെ ട്രേഡ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തത് ഒരു ഓപ്ഷൻ സെല്ലിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, 4-ാം തീയതി അതായത് ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. സോ ഞാൻ എന്തായാലും ഓപ്ഷൻ സെല്ലിങ്ങിലേക്കാണ് ഞാൻ കൂടുതൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഞാൻ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഫസ്റ്റ് ട്രേഡ് ഞാൻ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു പ്രൊഫൈലിന്റെ ആ ഒരു ലെവൽ വെച്ചിട്ട് 25,800 എന്നുള്ള ഒരു സ്ട്രൈക്കാണ് ഞാൻ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഈ ഒരു ഡേ തീരുന്ന സമയത്ത് ഞാൻ ഒരു ചെറിയ ലോസിലായിരുന്നു, അറൗണ്ട് ഒരു 300 റുപ്പീസ് ലോസിലാണ് ഉണ്ടായിരുന്നത്. കാരണം ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം മാർക്കറ്റ് എവിടെ വരെ വന്നു, ക്ലീനിന്റെ ആ ഒരു സ്ട്രൈക്കിന്റെ ആ ലെവൽ വരെ വന്നു. അതായത് 25,800 എന്ന് പറഞ്ഞ ആ ഒരു ലെവൽ വരെ വന്നു. ആ ഒരു സമയത്ത് ഞാൻ ചെറിയൊരു ലോസിലാണ് മാർക്കറ്റിൽ ഞാൻ ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ ഞാൻ ഉണ്ടായിരുന്നത്. ആ ഒരു പൊസിഷനിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇവിടെ നിന്നൊരു റിജക്ഷന്റെ സാധ്യത ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബേസിൽ ഞാൻ ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് ഡേ, അതായത് ഇന്ന് മാർക്കറ്റ് അത്യാവശ്യം നല്ല ഫേവറബിൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് തന്നെയാണ് എനിക്ക് വന്നത്. രാവിലെ തന്നെ അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് താഴത്തേക്ക് വന്നു. അപ്പൊ തന്നെ കുറച്ച് DK കാര്യങ്ങളൊക്കെ എനിക്ക് എന്റെ പ്രീമിയത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. വീണ്ടും കുറച്ചു നേരം കൂടെ ഞാൻ വെയിറ്റ് ചെയ്തു. അറൗണ്ട് ഒരു 9:20 ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടി. ഞാൻ ആ ഒരു ട്രേഡിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും
ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വീണ്ടും ഒരു ട്രേഡിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സെല് ചെയ്ത സ്ട്രൈക്കും കൂടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാൻ ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ഡീക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇതാ ഈ ഒരു ലെവല് 25,700 എന്നുള്ള ലെവലാണ്. ഇത് 25,683 ഞാൻ റൗണ്ട് ചെയ്ത് 700ലേക്കാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് 25,700 ഞാൻ സെല് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ആ ഒരു ട്രേഡിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ഓവറോൾ എൻ്റെ ഇന്നത്തെ 2 ട്രേഡ്സ്. ഈ ഒരു 2 ട്രേഡ്സിലായിട്ട് 5,400 റുപ്പീസ് ആണ് ഞാൻ പ്രോഫിറ്റ് ആയിട്ട് മേക്ക് ചെയ്തിട്ടുള്ളത്.